പക്ഷികളുമായി കൂട്ടുകൂടാനും ഫോട്ടോ എടുക്കാനും എല്ലാവർക്കും ഇഷ്ടമാണ്. എന്നാൽ പാമ്പുകളെ താലോലിക്കാൻ ഒരു അവസരം കിട്ടിയാലോ? പാമ്പ് മാത്രമല്ല, ഹിഗ്വാനയും കുട്ടിക്കുരങ്ങനും എല്ലാം ഉണ്ട് കൊച്ചിയിലെ ഈ പെറ്റ്സ് പാർക്കിലേക്ക്. ഒന്ന് പോയി വരാം. ഹലോ, നമ്മളിന്ന് റൈഡിംഗ് റിപ്പോർട്ടർ പോകുന്നത് കേരളത്തിലെ ആദ്യത്തെ എക്സോട്ടിക് ബേർഡ്സ് പാർക്കിലേക്കാണ്. അവിടെ നമ്മളെ കാത്ത് കുറച്ച് കൂട്ടുകാർ കാത്തിരിപ്പുണ്ട്. അപ്പം നമുക്ക് അവരെ ഒന്ന് കണ്ടിട്ട് വരാം. പോയാലോ? ഇതാണ് ഞാൻ പറഞ്ഞ PQ എക്സോട്ടിക് ബേർഡ്സ് പാർക്ക്. കേരളത്തിലെ ആദ്യത്തെ എക്സോട്ടിക് ബേർഡ്സ് പാർക്കാണ്. നമ്മുടെ കൊച്ചിയിൽ ഇടപ്പള്ളിക്കടുത്ത് ചേരാനല്ലൂരാണ് ഈ സ്ഥലമുള്ളത്. അപ്പം നമുക്ക് ബാക്കി വിശേഷങ്ങൾ അകത്ത് പോയി കാണാം. ഇടപ്പള്ളി കഴിഞ്ഞുള്ള ചേരാനല്ലൂർ സിഗ്നൽ ജംഗ്ഷനിൽ നിന്ന് വരാപ്പുഴ പാലം കയറുന്നതിന് തൊട്ടുമുൻപാണ് വിശാലമായ പാർക്കിംഗ് സൗകര്യമുള്ള ബ്ലൂ ബസാർ ഷോപ്പിംഗ് വില്ലേജ്. ഇതിനുള്ളിലാണ് പല വർണ്ണത്തിലുള്ള പക്ഷിക്കൂട്ടുകാരുള്ളത്. വിദേശ ഇനം പക്ഷികളുമായി സമയം ചെലവഴിക്കാനും അവർക്കൊപ്പം ഫോട്ടോ എടുക്കാനുമൊക്കെ പറ്റിയ ഒരു സ്ഥലമാണ്. മക്കാവു, ഗ്രേ പാരറ്റ്, ആമസോൺ പാരറ്റ്, കോനൂർ വിഭാഗത്തിൽപ്പെടുന്ന പൈനാപ്പിൾ, സൺ കോനൂർ, ഗ്രീൻ കോനൂർ, ആഫ്രിക്കൻ ലവ് ബേർഡ്സ്, കോക്ടെയിൽ, യെല്ലോ നെക്ക് പാരറ്റ്, ഡയമണ്ട് ലവ്, ബ്ലൂ മൗണ്ടൻ എന്നിവയാണ് ഇവിടെയുള്ള പ്രധാന പക്ഷി ഇനങ്ങൾ. വിവിധ തരത്തിലുള്ള പക്ഷികളെ കണ്ടാസ്വദിക്കുന്നതിനൊപ്പം ഇവയ്ക്ക് തീറ്റ നൽകാനും സൗകര്യമുണ്ട്. പഴങ്ങൾ, തിന, സൺഫ്ലവർ സീഡ്, ഷമാം, പപ്പായ എന്നിവയാണ് ഭക്ഷണം. തീറ്റ നൽകുമ്പോൾ പാത്രത്തിൽ മുതൽ നമ്മുടെ തലയിൽ വരെ ഇവർ പറന്നെത്തും. ചിലവരുടെ കടുക്കും, മിക്കവരും അടുത്തുണ്ടോ പോണത്. ഇവരെ കണക്കാക്കിയാ വന്നത് എല്ലാവരും. ഇവന്റെ പേര് റിച്ചു എന്നാണ്. അപ്പോൾ ഇങ്ങനെ നമ്മൾ പുറത്തുനിന്നൊക്കെ വന്നാലും ഇവർ നമ്മളുമായിട്ടൊക്കെ പെട്ടെന്ന് അടുക്കുന്ന ആൾക്കാരാണ്. ഏകദേശം 1 വർഷമായി പ്രവർത്തിക്കുന്ന ഈ പാർക്ക് കുട്ടികളുടെയും കുടുംബങ്ങളുടെയും ഒക്കെ പ്രിയപ്പെട്ട ഇടമായത് വളരെ പെട്ടെന്നാണ്. രാവിലെ 9 മുതൽ വൈകിട്ട് 6 വരെയാണ് പ്രവേശന സമയം. ഇത് ഹോളിഡേയ്സിന് മിക്കത്തും തിരക്കാണ്. പിന്നെ ഈ സ്കൂൾ വെക്കേഷൻ സമയത്തും തിരക്കായിരുന്നു. പിന്നെ ഹോളിഡേയ്സിൽ എല്ലാത്തിലും ഫുൾ തിരക്കായിരിക്കും. ബേർഡ്സ് ഇങ്ങനത്തെ മനോഹരമായ എക്സ്പീരിയൻസ്, പിന്നെ നമുക്ക് നമ്മുടെ അടുത്ത് വന്നിരിക്കുക, അങ്ങനത്തെ പരിപാടിയൊക്കെ ഫസ്റ്റ് ടൈമാണ്. I had literally all these birds coming all over my body. So it was quite a fun experience, I would say. നേരത്തെ നല്ല എക്സ്പീരിയൻസ്. തലയിലൊന്നും പറ്റില്ല, കുറച്ച് ഇങ്ങനെ ഇരിക്കുന്ന എനിക്ക് എന്തോ പോലെ തോന്നി, പക്ഷെ എന്നാലും വേദനിച്ചില്ല. ഈ ബേർഡ്സിനെ അടുത്ത് ഇങ്ങനെ തൊടാൻ കിട്ടുന്നത് വളരെ റെയർ ആയിട്ടുള്ള സ്ഥലത്തേക്കേ ഉള്ളൂ. സോ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. എട്ട് മാസം പ്രായമുള്ള ഇവൻ ഓസ്ട്രേലിയയിൽ നിന്നാണ് എത്തിയത്. ആള് വെജിറ്റേറിയനാണ്. മുരിങ്ങയില, ചെമ്പരത്തിയില, മല്ലിയില എന്നിവയാണ് പ്രധാനപ്പെട്ട വിഭവങ്ങൾ. ഇവനാണ് ബോൾ പൈത്തൺ. 8 മാസം പ്രായമുള്ള ഇവൻ ഇവിടെ വരുന്ന എല്ലാവരുമായും ചങ്ങാത്തത്തിലാകും. വൈറ്റ് റാറ്റാണ് പ്രധാന ഭക്ഷണം. പേടിയില്ലാത്തവർക്ക് ഇവനെ കയ്യിലെടുക്കാം. ഇതാണ് ആഫ്രിക്കൻ ബോൾ പൈത്തൺ. ഇതിന് 8 മാസം പ്രായമുണ്ട്. വൈറ്റ് റാറ്റാണ് ഇതിന്റെ ഫുഡ്. ഇവിടെ വരുന്ന എല്ലാവരുമായിട്ടും ഇവൻ വലിയ കമ്പനിയാണ്. ഒരു നല്ല ഫീൽ ഉണ്ട്, നല്ല റബ്ബറിനെ പിടിക്കുന്ന പോലെ ഉണ്ട്, പേടിയൊന്നും ആവില്ല. പാമ്പുകളെയും ഹിഗ്വാനയും ഒക്കെ കയ്യിലെടുക്കണമെങ്കിൽ പ്രത്യേകം ടിക്കറ്റുകൾ വേണം. ഞാൻ തൊടു മാത്രമേ ഉള്ളൂ വെറുതെ. എനിക്കിഷ്ടപ്പെട്ടു. റബ്ബർ പോലെ ഉണ്ട്, ചെറുതായിട്ട്.
ഒഴിവുവേളകളിൽ മനസ്സൊന്ന് റിലാക്സ് ചെയ്യാൻ നിരവധി പേരാണ് ഇവിടെ എത്തുന്നത്. കുട്ടിക്കൂട്ടങ്ങളാണ് ആരാധകരിലേറെയും. 200 രൂപയാണ് പ്രവേശന ഫീസ്. 10 വയസ്സിൽ താഴെയുള്ളവർക്ക് പ്രവേശനം സൗജന്യമാണ്. കാഴ്ചകൾ കണ്ട് നടക്കുന്നതിനിടെ ഒന്ന് റിലാക്സ് ചെയ്യണമെങ്കിൽ ഫുഡ് കോർട്ടും തൊട്ടടുത്ത് തന്നെയുണ്ട്. കുട്ടികൾക്ക് സമയം ചെലവഴിക്കാൻ ഒരു ചെറിയ പാർക്കും അധികൃതർ ഇവിടെ തയ്യാറാക്കിയിട്ടുണ്ട്. ഇടപ്പള്ളിയിൽ നിന്ന് 10 മിനിറ്റ് മാത്രം യാത്ര ചെയ്താൽ ഇവിടെ എത്താം. വരാപ്പുഴയും കടമക്കുടിയും അടക്കമുള്ള മനോഹരമായ ഫുഡ് സ്പോട്ടുകളും ബ്ലൂ ബസാർ വില്ലേജിനടുത്ത് തന്നെയാണ്. കൊച്ചുകുട്ടികളാണ് ഇവിടെ കൂടുതലായിട്ട് എത്തുന്നത്. അവർക്കിങ്ങനെ കിളികളോടൊപ്പം സമയം സ്പെൻഡ് ചെയ്യാനും അവർക്ക് ഫുഡ് കൊടുക്കാനും ഒക്കെ നല്ലൊരു സ്പോട്ടാണ്. കൊച്ചിയിലുള്ളവർ എന്തായാലും ട്രൈ ചെയ്യേണ്ട ഒരു സ്ഥലമാണ്. മനോഹരങ്ങളായ തത്തകളെയൊക്കെ ഇങ്ങനെ കയ്യിലെടുത്ത് കണ്ടപ്പം രസം തോന്നി. പക്ഷേ പാമ്പിനെ കണ്ടപ്പോൾ എനിക്കൊരു പേടി വന്നു. ഏതായാലും പാമ്പിനെയൊക്കെ പേടിയുള്ളവർക്ക് ആ പേടിയൊക്കെ മാറ്റാനും പോകാം പെറ്റ്സ് പാർക്കിലേക്ക്. കൊച്ചിയിലുള്ളവർക്ക്, കൊച്ചിയിലേക്ക് എത്തുന്നവർക്ക്, പ്രത്യേകിച്ച് കുട്ടികൾക്കൊക്കെ ഏറെ ഇഷ്ടപ്പെടുമെന്ന് ഉറപ്പാണ്. എന്തായാലും പെറ്റ്സ് പാർക്ക് മറക്കണ്ട.